അമ്മ ആരോടൊന്നും ചെയ്തിട്ടില്ലമ്മ. എന്നിട്ട് ഞാൻ ഇങ്ങനെ കാണേണ്ടി വന്നിട്ടമ്മ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലാണോ? ഞാൻ തകർന്നു പോയമ്മ. ഞാൻ തകർന്നു പോയി. എന്നെ കൊണ്ട് പറ്റൂലമ്മ. ആദ്യത്തെ ശമ്പളം അമ്മയുടെ കയ്യിലേൽപ്പിക്കാൻ കാത്തിരുന്ന മകനാണ്. അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷം അല്ലല്ലോ പറഞ്ഞത്. ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ സംസാരിക്കാൻ വരുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ വാർഡിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ പകുതി ഇടിഞ്ഞു വീഴുകയും അതിനടിയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തതാണ് ബിന്ദു എന്ന അമ്മ. അപ്പം നമുക്ക് ആ ന്യൂസ് കേട്ട സമയത്തൊന്നും അത്ര ഒരു ഇതായില്ല. പക്ഷേ അതിന് ശേഷം ആ സംസ്കാര ചടങ്ങിൽ ആ മകൻ്റെ കരച്ചിലാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എൻ്റെ അമ്മ ഇട്ടിട്ട് പോയല്ലോ അമ്മയെന്ന് ചോദിച്ചിട്ടുള്ള ആ മകൻ്റെ കരച്ചിൽ നമുക്ക് ആർക്കും കേട്ട് നിൽക്കാൻ പറ്റില്ല. അമ്മേനെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും ഒരു മനുഷ്യർക്കും അത് കേട്ടിരിക്കുക. അതുപോലെ നമ്മളെ സങ്കടപ്പെടുത്തിയ ഒരു ന്യൂസ് തന്നെയാണ് സത്യം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് ഗുരുതര വീഴ്ച തന്നെയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മണ്ണിടിച്ചിൽ നടന്നോ അല്ലെ വെള്ളപ്പൊക്ക ദുരിതം നടന്നോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്നോ ഒന്നും അല്ല ആ പാവം അമ്മയുടെ ജീവൻ പോയത്. കെട്ടിടം തകർന്നു വീണാണ്. ഈ പഴകി ഇത്രയും കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? ഇതൊക്കെ അപ്പം തന്നെ ഇടിച്ച് നികത്തണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പുതിയ കെട്ടിടം പണിതിട്ട് അതിൻ്റെ ഉദ്ഘാടനം താമസിപ്പിച്ചതെല്ലാം മന്ത്രി വീണ ജോർജിൻ്റെ കയ്യിൽ നിന്നുണ്ടായ പിഴകളാണെന്ന് പറഞ്ഞ് ഒരുപാട് ന്യൂസും കാര്യങ്ങളും പത്രത്തിലും അതുപോലെ ന്യൂസ് ചാനലുകളിലും എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അത് ഉത്തരവാദിത്തത്തോടെ ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ചുമ്മാ വന്ന് ഒരാൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ 100ഓളം ആൾക്കാർ താമസിച്ച് ഇവരെ പെട്ടെന്ന് വേറെ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പം മകള് വേറെ വാർഡിലേക്ക് മാറ്റുന്ന സമയത്ത് മകള് കാര്യമായിട്ട് പറയുന്നുണ്ട് അമ്മ അവിടെ തന്നെയുണ്ട്. കാരണം മകളുടെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് അവരവിടെ വന്നേക്കുന്നത്. അപ്പം മകള് പറയുന്നുണ്ട് ആവർത്തിച്ച് അടുത്തിരിക്കുന്നവരോടും അധികൃതരോടും എല്ലാം, അതായത് ആശുപത്രി അധികൃതരോടും എല്ലാവരോടും പറയുന്നുണ്ട് അമ്മ അവിടെ തന്നെയുണ്ട്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ കാര്യമായിട്ട് അവരോട് ആരോട് പറഞ്ഞിട്ടും ആരും മൈൻഡ് ചെയ്യുകയോ രക്ഷാപ്രവർത്തനം നടത്തുകയോ തെരച്ചിൽ നടത്തുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഒരു കുട്ടീനെ ചെറിയ പരിക്കുകളോടെ അവിടെ രക്ഷപ്പെടുത്തി. അപ്പം ആ കെട്ടിടത്തിനുള്ള വേറെ ആരുമില്ല, അത് അടച്ചു പൂട്ടിയതാണെന്നാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. അല്ലെങ്കിൽ തന്നെ അടച്ചു പൂട്ടിയതാണെങ്കിൽ പോലും ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും കയറി ഒന്നും നമുക്കറിയില്ല. അടച്ചു പൂട്ടാത്ത ഒരു കെട്ടിടമാണ് സത്യത്തിൽ അത്. കാരണം രാവിലെ വരെ അവിടുത്തെ പേഷ്യൻസ് അവിടുത്തെ ശുചിമുറിയും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം നടന്നിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ ജീവന് ഉത്തരവാദിത്തം പറയേണ്ട വന്നേനെ. ഇതിപ്പോൾ ഒരു ജീവനല്ലേ എന്ന് ചോദിക്കുന്നു. ഒരു ജീവന് വിലയില്ലേ? നമുക്ക് ആർക്കും വിലയില്ലായിരിക്കും, പക്ഷെ അവരുടെ വീട്ടുകാർക്ക് അതൊരു ജീവൻ തന്നെയാണ്. ആ മകളുടെ ശസ്ത്രക്രിയ ഇനി വേദന എടുത്ത് കഴിയുമ്പോൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ മകൾക്ക് കൂട്ടായിട്ട് ആരാണ് ഓടി വരാനുള്ളത്? ആ അമ്മയുടെ സ്നേഹം, ഇനി അതിന് ബാക്കി സർജറിയുടെ ശേഷം കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കാൻ ഒരു അമ്മയുടെ സ്നേഹം കൊടുത്ത് കൂടെ നിൽക്കാൻ ഇനി ആ കുഞ്ഞിന് ആരാണുള്ളത്? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ആ മകൻ്റെ വിഷമം, ഒരമ്മയില്ലാത്ത വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഒരു വീടെന്ന് പറയുന്നതിൽ തന്നെ അമ്മയില്ലാത്തൊരു വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പോലും തോന്നത്തില്ല. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമാണ് നമുക്ക് സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യം. അവരില്ലാതെ നമ്മൾ പിന്നെ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ അത്രയും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അധികൃതരൊന്നും മൈൻഡ് ചെയ്തില്ല. അതുപോലെ തന്നെ വേറെ ആൾക്കാർ വിളിച്ച് ഇവരുടെ ബന്ധുക്കാരോട് തന്നെ വിളിച്ച് പറഞ്ഞ് ബന്ധത്തിലുള്ള ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് അവിടെ പോലീസുകാർ വന്ന് തെരച്ചിൽ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മന്ത്രി വീണ ജോർജും വേറൊരു മന്ത്രിയും വന്ന സമയത്ത് ഇവർ രണ്ടുപേരും നിന്ന് വാദിക്കുന്നുണ്ട് അവിടെ അടച്ചുപൂട്ടിയ കെട്ടിടമാണ്, വേറെ ആരും അതിൻ്റെ അകത്ത് കുടുങ്ങാൻ സാധ്യതയില്ല, രക്ഷാപ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല, വലിയ പരിക്കുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇവർ വാദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. കാരണം എന്തൊക്കെയാണെന്ന് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് ആ മകൾ അത്രയും കടന്ന് പറയുന്നതാണ്. ഇവർക്കൊന്ന് സെർച്ച് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഇതിന് ശേഷം പോലീസുകാർ വന്നതിന് ശേഷം മണ്ണുമാന്തി യന്ത്രം അവിടോട്ട് വരുന്നില്ലായിരുന്നു. അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി വന്നപ്പോൾ 12:45 ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഇവരവിടെ വന്നതിന് ശേഷം 1 മണിയോടുകൂടിയാണ് മൃതദേഹം പുറത്തെടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ അച്ഛൻ തന്നെ പറഞ്ഞു കരയുന്നുണ്ട്, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ എല്ലാം അവളെ തപ്പി നടക്കുമ്പോൾ
അവൾ ഇതിൻ്റെ അകത്ത് ജീവന് വേണ്ടി തുടിക്കുക, എന്തോരം വേദന അവൾ സഹിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ തലയുടെ ഉള്ളിലുണ്ടായ ഇഞ്ചുറീസ് ആണ്, രക്തസ്രാവം കൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പരിക്കുകൾ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മന്ത്രി വീണ ജോർജിനാണെങ്കിലും എല്ലാവർക്കും പറ്റിയ ഒരു ഗുരുതര വീഴ്ച തന്നെയാണ്. ഒരു ജീവനാണ് പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടല്ല മന്ത്രിമാർ ഒരു മീഡിയയ്ക്ക് മുന്നിലാണെങ്കിൽ അഭിപ്രായം പറഞ്ഞത്. ഒരു ഇത്തിരി നേരം അവിടെ ഒരു തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് എന്താണ് പോകുന്നത്? ആർക്കും ഒന്നും പോകാൻ പോകുന്നത്, ഒരു ജീവൻ രക്ഷപ്പെടുത്തത്തില്ലായിരുന്നോ? പക്ഷേ അത് കൈവിട്ടു പോയി. മന്ത്രിയാണെങ്കിലും തികച്ചും പറയുകയാണ്, ഇതിപ്പം മന്ത്രി സ്ഥാനത്ത് നിൽക്കുന്നവർ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല കേൾക്കേണ്ടത്, അവർ വന്ന് തിരക്കണം, അല്ലെങ്കിൽ തെരച്ചിൽ സജ്ജീകരണങ്ങൾ ഊർജിതമാക്കുക തന്നെ ചെയ്യണം. കാരണം ഒരു ജീവൻ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് രക്ഷപ്പെടട്ടെ എന്നാണ് വിചാരിക്കുന്നത്, അല്ല മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കുകയല്ല ചെയ്യേണ്ടത്. ഏതായാലും ഗുരുതര വീഴ്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. നമ്മളിൽ ഒരാൾക്കും നാളെ ഇതുപോലെ സംഭവിക്കും. കാരണം നമ്മൾ സാധാരണക്കാരാണ്, നമ്മളും ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും നമുക്ക് യൂസ് ചെയ്യാനുള്ള ത്രാണിയില്ല. അപ്പം ഇനി ആർക്കാ ഇത് വരാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിന് ഫണ്ട് അനുവദിക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ പണിയാനുള്ള ഫണ്ട് അനുവദിക്കുക. അത് പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞാൽ പഴയത് ഇടിച്ച് പൊളിച്ച് ഉള്ള സൗകര്യങ്ങളിൽ അങ്ങോട്ട് മാറ്റുക തന്നെ ചെയ്യുക. ഇങ്ങനെ ഇത്രയും ഇത് വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നാലെയാണ് ഒഴിപ്പിക്കലടക്കം നടന്നതെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും. ഭയങ്കര ശബ്ദമായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഭിത്തി ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ടാണ് കണ്ട, പടുപടാ താഴോട്ട്. ഞങ്ങൾ 2 ബാത്റൂം മാറി മാറി ഉപയോഗിച്ചോണ്ടിരുന്ന ബാത്റൂം. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്